പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ സമയം വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായി. വളരെയധികം പേര് മരിച്ചു, കുറേ പേരെ ഇനിയും കിട്ടാനുണ്ട്. വളരെ ദുഃഖത്തിൽ നമ്മുടെ കേരളത്തിലെല്ലാ ജനങ്ങളും എല്ലാവരും വിഷമത്തിലായിരിക്കുന്ന സമയമാണ് ഈ സമയം. ഈ പ്രതിസന്ധിയെ നമുക്കെങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പലരും പല കാര്യങ്ങളും പറയാറുണ്ട്. ഈ ഉരുൾപൊട്ടുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയമായ നമ്മുടെ നിർമ്മാണ രീതികൾ, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്കറിയാം, നമുക്കിതിന് മാത്രം വലിയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി താമസിക്കാൻ തക്ക രീതിയിലുള്ള സ്ഥലങ്ങളോ ഭൂപ്രകൃതിയോ നമുക്കില്ല. നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന സ്ഥലത്ത് വീട് വയ്ക്കുക അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഈ ദുരന്തം വരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അപകട മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കാത്ത കാര്യമാണ്. അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ നാട്ടിൽ അതിനത്രമാത്രം സ്ഥലമൊന്നുമില്ല. നല്ല സ്ഥലമെന്ന് പറയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ കാറ്റുവീഴ്ചയോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ നോക്കി വീട് വയ്ക്കാൻ അല്ലെങ്കിൽ അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം, നിരവധി സ്ഥലങ്ങൾ ഇപ്പോഴും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്. പല സ്ഥലങ്ങളിലും ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാട്ടാനകൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ. അതുപോലെ ഇനിയും വലിയ വലിയ അപകട സാധ്യതകളുള്ള നിരവധി മേഖലകളുണ്ട് ഇനിയും നമ്മുടെ നാട്ടിൽ. വലിയൊരു മഴ പെയ്താൽ ഉരുൾപൊട്ടലിൻ്റെ ഭീഷണിയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പൊക്കം ഉണ്ടാകാൻ വരുന്ന സ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വലിയൊരു ഡാമിൻ്റെ കീഴിൽ താമസിക്കുന്ന കുറേ ജില്ലക്കാർ, അവിടെയുള്ള താമസിക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഇതെല്ലാം അപകട ഭീഷണിയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മുടെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തെയോ നമ്മുടെ ജനങ്ങളെയോ ആരെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കൊള്ളാവുന്നത്? നമ്മൾ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ നിരവധി പേര് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്, അല്ലേ? പല സംഘടനകളും പല മതസ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നിരവധി പേര് പ്രതിഫലം നോക്കാതെ ലാഭേച്ഛയില്ലാതെ വന്ന് അവരെ സഹായിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിലെല്ലാം നമുക്ക് അഭിനന്ദിക്കാം, അവരെല്ലാവരെയും അഭിനന്ദിക്കാം, അതിലെല്ലാം അഭിമാനിക്കാം. നമ്മളുടെ ഒരു നാടിൻ്റെ വിഷമത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു, അവരെ സഹായിക്കാനായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ പ്രതി നമുക്ക് അത് അഭിനന്ദനത്തിന് വക നൽകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും മനസ്സാക്ഷിയുണ്ട്, നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്ന രംഗങ്ങളാണ് അതൊക്കെ. പക്ഷെ എന്നിരുന്നാൽ ഇതെല്ലാം മതിയാകുമോ? ഇനിയും നിരവധി കടമ്പകൾ ഇനിയും നമുക്ക് കടക്കാനില്ലേ? നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിന് ശേഷം, വെള്ളപ്പൊക്കത്തിന് ശേഷം, നിപ്പയ്ക്ക് ശേഷം, ഉരുൾപൊട്ടലിൻ്റെ ദിനങ്ങൾ, അതിനുശേഷം ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇനി നമ്മുടെ നാടിനെ വരാനായിട്ടിരിക്കുന്നത്? അതിനെല്ലാം നമുക്ക് എങ്ങനെ മറികടക്കാനാകും? നമുക്കൊരു ഉത്തരം കിട്ടാത്ത കാര്യമാണ്, അല്ലേ? നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ടവർ ഇത്ര സുസജ്ജമാണോ? ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏതൊരു ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണോ നമ്മുടെ? അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ശാസ്ത്രീയമായിട്ട് നമ്മൾ അത്രയധികം കഴിവുള്ളവരാണോ? നമ്മൾ കഴിഞ്ഞ മാസം കണ്ടു, ഒരു അർജുൻ എന്ന് പറയുന്ന യുവാവ് ട്രക്കിനടിയിൽ പെട്ടുകൊണ്ട് ഇതുവരെയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല.
കേവലം ഇത്ര വലിയൊരു ട്രക്കും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെയും നമുക്ക് കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ടും സാധിച്ചില്ല. നിരവധി നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വലിയ സൈനിക ശക്തിയായ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം തന്നെ ഇറങ്ങി വന്ന് പരിശോധിച്ചിട്ട് പോലും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഉരുൾപൊട്ടലിൽ കുറേ പേര് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. പലരും ജീവനോടെ പുറത്തെത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിനന്ദിക്കാം. പക്ഷേ അനവധി പേര് ഇനിയും കിടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ മരിച്ചു പോയവർ തന്നെ അവരെ കണ്ടെത്താനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാനില്ല. ഞാൻ മുമ്പും നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ ഞാനിതിൽ ദൈവവിശ്വാസമൊന്നും തിരികെ കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമ്മളെ ഒന്ന് വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളിനിയും വൈകരുത് അതിന് വേണ്ടിയിട്ട്. കാരണം ഏത് സമയത്തും നമുക്ക് എന്തു വേണമെങ്കിലും വരാം. നമ്മൾ അത്രയധികം വൾണറബിളായിട്ടുള്ള ഒരു ജനമാണ്. പ്രത്യേകിച്ച് മനുഷ്യരങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയും നമ്മുടെ നാടും അതുപോലെ തന്നെയാണ്. കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വലിയ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനായിട്ട് അവരെപ്പോഴും സുസജ്ജരാണ്. അവർക്ക് വേണ്ട ടെക്നിക്കൽ ടീമുകൾ, അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തൻ്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭേദപ്പെടുത്തി കൊടുക്കുന്ന വലിയൊരു ഗവൺമെൻറ് സംവിധാനങ്ങൾ, സാമ്പത്തിക സ്ഥിതികളൊക്കെ അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനത്തിന് തൻ്റെ ജീവിതം മുഴുവനായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുള്ള എല്ലാ സമ്പത്തും സ്വത്തും സ്വന്തം കൂടപ്പിറപ്പുകളെയൊക്കെയാണ് ഒരു നിമിഷത്തിൽ ഇല്ലാതായിത്തീരുന്നത്. തിരിച്ച് ആ മനുഷ്യർ തിരിച്ച് സീറോയിലേക്ക് വരികയാണ്. ഇനി അവിടെ നിന്ന് വീണ്ടും ജീവിതം തുടങ്ങണമെങ്കിൽ എത്ര പേരുടെ മുന്നിൽ അവർക്ക് കൈ നീട്ടണം, എത്ര പേരുടെ കനിവുണ്ടാകണം അവർക്ക് ജീവിതം വീണ്ടും ആരംഭിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ നാട് എത്രയെങ്കിലും പുരോഗതി ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാമെങ്കിൽ തന്നെയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ബലഹീനരാണ്, എത്രമാത്രം നമുക്ക് പോരായ്മകളുണ്ട്, കഴിവ് കുറഞ്ഞവരാണ് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും എന്നുള്ളത് നമുക്ക് വളരെയധികം വിഷമം നൽകുന്ന കാര്യമാണ്. അന്ന് ഉരുൾപൊട്ടലിൻ്റെ സമയത്തൊരു മനുഷ്യൻ, അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വിഷമത്തോടെ പറയുകയാണ്, അവരുടെ ബന്ധുക്കളായിട്ടുള്ള പലരും മരണത്തിന് കീഴടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വിഷമത്തോടുകൂടി പറയുകയാണ്, ഇത്രയധികം 10-60 പവനോളം സ്വർണവും 5-6 ലക്ഷം രൂപയും അതുപോലെ തന്നെ നിരവധി വസ്തുക്കളും ഈ വെള്ളപ്പൊക്കത്തിൽ കൂടെ നഷ്ടമായി എന്നുള്ള ഒരു വേദന അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അത് ചിലപ്പോൾ അയാളുടെ ഒരു ആയുസ് മുഴുവൻ അയാൾ ഉണ്ടാക്കിയെടുത്ത സ്വത്തുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്നും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീരുന്നു പറയുന്നത് തന്നെ വലിയൊരു ദുരന്തം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആർക്കും ഇതൊക്കെ ആരുടെ ജീവിതത്തിലും ഇത് വന്നു ചേരാം. ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്തുള്ളവരായാലും നമുക്കറിയാം, ഈ കൊറോണ വന്നപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും പേടിച്ച് വിറങ്ങലിച്ച് നിന്നുപോയി. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ലോകത്ത് ഉണ്ടാവാതിരിക്കുമോ? നമുക്കറിയാം, ഓരോ വർഷം ചെല്ലുന്തോറും മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ഇനി എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തിന് വരാനായിട്ട് കിടക്കുമ്പോൾ
നമുക്ക് എങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ എന്ത് പ്രത്യാശയോടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? നാളെ ഇതൊക്കെ ഉണ്ടാകുമോ? ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പട്ടിണി കിടന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഈ സമ്പത്ത് നാളെ ഉണ്ടാകും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ സന്തോഷത്തെ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലരും പല ഉത്തരങ്ങൾ നൽകാറുണ്ട്. പക്ഷെ അൾട്ടിമേറ്റായിട്ട് മനുഷ്യൻ്റെ ഉദ്ദേശം സന്തോഷത്തോടു കൂടി ജീവിക്കാനാണല്ലേ? എല്ലാവരും മനസ്സിൽ കരുതുന്നതാണ് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതിനു വേണ്ടി പലപ്പോഴും അവൻ ചിന്തിക്കുന്നത് കുറേ പൈസ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ അവന് ആഗ്രഹിക്കുന്ന വീട്, വാഹനം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് മനുഷ്യൻ്റെ ചിന്താഗതി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവൻ നെട്ടോട്ടം ഓടുന്നത്. അവസാനം അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടാനായിട്ട് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങും, അല്ലെങ്കിൽ അതിനു മുമ്പേ ആകസ്മികമായിട്ട് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റാതെ അവർ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം പേറിക്കൊണ്ട് അവർ ജീവിക്കേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമാണോ, അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു കാര്യമാണോ? പലരും പറയാറുണ്ട്, ഭാരതീയ ആത്മീയ ചിന്തയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, സന്തോഷം എന്നുള്ളത് ആർക്കും തരാനായിട്ട് സാധിക്കില്ല, നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളൊരു ചിന്ത. വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്നത് എന്താണ്? നമ്മൾ സന്തോഷം ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾക്കുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ പല പ്രതിസന്ധികളുടെയും നടുവിലാണ്, പല പ്രശ്നങ്ങളും ഇന്ന് എനിക്കുണ്ട്, അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനായിട്ട് സാധിക്കും? എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങൾ ഇനി ഭാവിയിൽ, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നത്തെ ഓർത്തുകൊണ്ട് ഇന്ന് മുതലേ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നമുക്കറിയാം, പ്രശ്നങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെയൊരു സമയമുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കുറച്ച് സമയം നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം. അത് കഴിയുമ്പോൾ നമുക്കറിയാം വീണ്ടും അടുത്ത പ്രശ്നം വരും, അല്ലെങ്കിൽ അടുത്ത ദുരന്തങ്ങൾ വരും, അടുത്ത നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ സന്തോഷം പോകും. അപ്പോൾ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതല്ല സന്തോഷത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ സന്തോഷിക്കാനോ വക നൽകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് കഴിയണം. അപ്പോൾ അതെങ്ങനെ സാധ്യമാവും അല്ലേ? അതിനൊന്നാമതായിട്ട് ബൈബിളിലും അല്ലെങ്കിൽ മറ്റുള്ള ആത്മീയ ചിന്തകരും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഉള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ? ഉള്ളതിനെ പറ്റി നമുക്ക് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് നമ്മൾ ചിന്തിച്ച് വയ്ക്കാൽ വളരെ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ബോധവാന്മാരല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. നമ്മുടെ ഈ മണ്ണിടിച്ചിലിനോട് ബന്ധപ്പെട്ട് കാണേണ്ട ഒരു സിനിമയാണ് O2 ഓക്സിജൻ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രം. അതിൻ്റെ മലയാള പരിഭാഷയുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണെന്ന് അല്ല, ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ അർജുന് സംഭവിച്ച ആ ദുരന്തത്തിൻ്റെ സെയിം നേർചിത്രം തന്നെയാണ് ആ സിനിമ. എനിക്ക് തോന്നുന്നു അർജുൻ ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ ഏകദേശം ഒരു മാസമോ ആഴ്ചകൾക്ക് മുമ്പേ ആണത് റിലീസ് ചെയ്തെന്ന് തോന്നുന്നു ആ സിനിമ. അപ്പോൾ ആ സിനിമയിൽ പറയുന്നത് ശരിക്കും അർജുന് സംഭവിച്ച ആ കാര്യം തന്നെയാണ്. ഒരു ബസ് മണ്ണിടിച്ചിലിൽ അകപ്പെടുന്നു. അപ്പോൾ അതിൽ അകപ്പെട്ടു പോകുന്ന കുറേ ജനങ്ങൾ
കുറേ വ്യക്തികളുടെ ജീവിതവും അവർ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നതും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ് ഓക്സിജൻ, മനുഷ്യന് വായു എന്നുള്ളത്. നമ്മൾ എത്ര പേര് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ബോധവാന്മാരാകുന്നുണ്ട്? നമുക്ക് ദൈവം, അല്ലെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വാസം വയ്ക്കുന്നവർക്ക് ദൈവമെന്ന് പറയാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഈ പ്രപഞ്ചം നമുക്ക് എത്ര വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ നമുക്ക് ശ്വസിക്കാനായിട്ട് വായു നിർബാധം നമുക്ക് ലഭിക്കുന്നു. ഇനി ഇതിനൊരു തടസ്സം ഉണ്ടാകുമോ? നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ പലരും പറഞ്ഞു കുടിവെള്ളം കുപ്പിയിൽ വരും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് പണ്ട് പറയാറുണ്ട് പലരും. വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടും, കുടിവെള്ളം കുപ്പിയിൽ വരും എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് ജനങ്ങൾ ചിരിച്ചിരുന്നു. കാരണം അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ല. കാരണം നമുക്ക് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളമുണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, വെള്ളം കിട്ടാത്ത അവസ്ഥകൾ, കുടിവെള്ളം കുപ്പിയിലും മറ്റുള്ള രീതിയിലും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഉള്ള വെള്ളം തന്നെ മലിനപ്പെട്ടു പോകുന്നു. നമ്മുടെ നദികളെടുത്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം മലിനപ്പെട്ട് ഇരിക്കുന്നു. അപ്പോൾ വെള്ളം എന്നുള്ളത് അമൂല്യമാണ്, അല്ലെങ്കിൽ അത് ഇപ്പോൾ അത്രയധികം ബിസിനസ്സായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന് അത്രയധികം ദൗർബല്യം അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വരദാനമാണ് വെള്ളം, ജലം എന്നുള്ളത്. ഇനി നാളെ നമ്മളുടെ ഈ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റാതായി തീരുമോ? കുപ്പിയിലോ അല്ലെങ്കിൽ സിലിണ്ടറുകളിലോ നമുക്ക് ശുദ്ധവായു വിതരണം ചെയ്യുന്ന കടകളുണ്ടാകുമോ നമ്മുടെ ചുറ്റും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കാം. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ വായുവിൻ്റെ വില മനസ്സിലാകുന്നതല്ലേ. നമ്മൾ ഓരോ നിമിഷവും ഓരോ മില്ലി സെക്കൻഡും ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന ഈ വായു നമ്മൾക്ക് ആരും, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമുക്ക് ആരൊക്കെയോ അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് സൗജന്യമായി തരുന്ന ദാനമാണ് എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ ശരീരത്തെ പറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എത്രയധികം കാര്യപ്രവർത്തനങ്ങളാണ് ഒരു ശരീരത്തിനുള്ളിൽ നടക്കുന്നത്, എത്രയധികം കോർഡിനേഷൻസാണ് നടക്കുന്നത്, എത്രയധികം രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം അത്ഭുതമാണെന്ന് നമുക്കറിയാം. അടുത്തത് നമ്മുടെ ഗ്രാവിറ്റിയെ പറ്റിയാണ്. നമുക്കറിയാം ഈ ഗ്രാവിറ്റിയുടെ നമ്മുടെ ഓരോ വസ്തുവും ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നിരവധി കാര്യങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം. നമ്മുടെ ഭൂമിയുടെ ചെരിവ് തന്നെ ഒരു കാര്യമാണ്. നമ്മുടെ കാലാവസ്ഥകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് ഭൂമിയുടെ ചെരിവ്, ഭൂമി സൂര്യനിൽ നിന്നുള്ള ദൂരം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീരും. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ ഇപ്പോഴും ഇത്രയധികം ശാസ്ത്രം പറയുന്ന മില്യൺ കണക്കിന് വർഷങ്ങളോളം നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഓരോ നിമിഷവും ഓരോ മില്ലി സെക്കൻഡ് മനുഷ്യൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിനോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോ ഒരു നന്ദിയുള്ളവരായി തീരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കുന്നവനാണ് എന്നുള്ളത് ചിന്ത തന്നെ നമ്മളെ വളരെയധികം സന്തോഷവാന്മാരാക്കേണ്ടതാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും ജനിച്ചത് തന്നെ വലിയൊരു അത്ഭുതമാണല്ലേ. കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്ന് ഒരു കോശം മാത്രം അമ്മയുടെ വയറ്റിൽ ചെല്ലുന്നു, അതിൽ നിന്നും നമ്മൾ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ
പലപ്പോഴും പലർക്കും രോഗങ്ങളൊന്നും ഇല്ലാത്ത നിരവധി പേരുണ്ട്. എത്രയധികം പേര് പല രോഗങ്ങളോടുകൂടി ജനിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇപ്പോഴും വിഷമിച്ച് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയധികം അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നവൻ അല്ലെങ്കിൽ വിജയിച്ചവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭാരതീയ ആത്മീയ ചിന്തയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, 1000 നഗരങ്ങളെ കീഴടക്കിയതിനേക്കാൾ വലുത് മനസ്സാകുന്ന അശ്വത്തെ പിടിച്ച് കെട്ടുന്നവനാണെന്നൊക്കെ പറയാറുണ്ട്. ബൈബിളിൽ ഇതുപോലെ തന്നെ പറയാറുണ്ട്, നഗരങ്ങളെ കീഴടക്കിയതിനേക്കാളും വലിയവനാണ് മനസ്സിനെ കീഴടക്കിയവൻ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും, പല ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ മൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെയൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മൾക്ക് ഉള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പ്രൊഡക്റ്റീവ് ആകേണ്ടവനല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു സന്യാസിയെ പോലെ രാവിലെ മുതൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ പറ്റി തന്നെ സന്തോഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, എന്നാൽ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓരോ നിമിഷവും നമ്മൾ നന്ദിയുള്ളവരായി തീരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രതി, നമ്മുടെ ശരീരത്തെ പ്രതിയൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണ്, അതിനെപ്പറ്റി നമ്മൾ സന്തോഷവാന്മാരാണ്. നമ്മൾക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി, ചിലപ്പോൾ നല്ല മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ സന്തോഷം അതിൽ കണ്ടെത്തുന്നവനാണെങ്കിൽ അവൻ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. പലപ്പോഴും ജീവിതത്തിൽ വിജയിച്ചവരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ പലരുടെയും മനസ്സിലേക്ക് വരുന്നതൊക്കെ ഐൻസ്റ്റീനും ന്യൂട്ടനും അംബാനിയും എലോൺ മസ്കൊക്കെ ആയിരിക്കും. കാരണം അവരൊക്കെയാണ് നമ്മുടെ കണ്ണിൽ ജീവിതത്തിൽ വിജയിച്ചവർ. കാരണം അവരുടെ കഴിവുകളുടെ ഏറ്റവും ടോപ്പിലെത്തിയവരാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരെത്രമാത്രം സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ സന്തോഷവാന്മാരാണ്, അവരുടെ ജീവിതം എത്രയധികം സംതൃപ്തമാണ് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും നമുക്കറിയില്ല, ആരെപ്പറ്റിയും അറിയില്ല. ചിലപ്പോൾ ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ മനുഷ്യൻ കാണുന്ന കാര്യങ്ങളല്ല പലപ്പോഴും. ചിലപ്പോഴും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു കൃഷിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ അവൻ്റെ കാര്യങ്ങളെ പ്രതി അവൻ സന്തോഷവാനാണെങ്കിൽ, അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ സന്തോഷവാനാണ്, അവന് വേറെ ആകുലതകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ പരാതികളോ ഒന്നുമില്ലാത്തതാണെങ്കിൽ അവൻ തന്നെയാണ് ഏറ്റവും ജീവിതത്തിൽ വിജയിച്ചവൻ. ചിലപ്പോൾ അത് സമ്പന്നർക്കും അങ്ങനെ ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് ദരിദ്രന്മാരാണ് ജീവിതത്തിൽ വിജയം കണ്ടെത്തുവനെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സമ്പത്തുള്ളവനും അതേപോലെ കാണുന്നുണ്ടായിരിക്കാം, തൻ്റെ സമ്പത്തിൽ അഹങ്കരിക്കാതെ, തൻ്റെ സമ്പത്ത് അവനെ ആ സമ്പത്ത് താൻ സമ്പന്നനാണ് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ ആകുലതകളോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവനും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവൻ തന്നെയാണ് ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നവൻ, അല്ലേ? ഓരോ നിമിഷവും സന്തോഷിക്കുക, ആരെപ്പറ്റിയും പരാതി പറയാതിരിക്കുക, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പലപ്പോഴും പലരുടെ മേലും കുറ്റം ചാരാനായിട്ട് ഇരിക്കുകയാണ്, അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെങ്കിൽ, നമ്മുടെ തന്നെ അബദ്ധം മൂലം തന്നെ പ്രശ്നം പറ്റുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ തലതിരിച്ച് നോക്കും, ആരെങ്കിലും ചുറ്റുമുണ്ടോ, അവൻ്റെ പേരിൽ ആ കുറ്റമൊന്ന് ചാരി കൊടുക്കും, അല്ലേ? അവൻ ചിലപ്പോൾ നോക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ കണ്ണു വെച്ചത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, അല്ലെങ്കിൽ അവൻ പ്രാഗിക്കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും മേലെ നമ്മുടെ ഇതിൻ്റെ പഴി ചാരാനായിട്ട് നമ്മൾ നോക്കും.
മറ്റുള്ളവരിൽ കുറ്റം കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പരാതി അല്ലെങ്കിൽ അവർക്കെതിരെ കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മളുടെ തന്നെ കഴിവുകേടിനെ നമ്മൾ മറയ്ക്കാനായിട്ട് ശ്രമിക്കും. പരാതി പറയുന്ന ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് അല്ലേ. പരാതി പറയുന്നവൻ അവൻ്റെ തന്നെ കഴിവുകേടാണല്ലേ. ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിപ്പോൾ ആര് പറഞ്ഞിട്ട് ഉത്തരവാദിത്ത തീരുമാനങ്ങൾ എടുത്താലും ശരി, അൾട്ടിമേറ്റ്ലി അത് അവൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. നമുക്കെല്ലാവരോടും അഡ്വൈസ് ചോദിക്കാം അല്ലേ. മാതാപിതാക്കളോട് ചോദിക്കാം, സഹോദരങ്ങളോട് ചോദിക്കാം, കൂട്ടുകാരോട് ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ളവനോട് ചോദിക്കാം, കഴിവ് കുറഞ്ഞവനോട് ചോദിക്കാം. എന്നിരുന്നാലും അഡ്വൈസ് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യം, അല്ലെങ്കിൽ അവൻ അഡ്വൈസ് തരിക എന്നുള്ളത് അവൻ്റെ കടമ. അത് അഡ്വൈസ് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. അപ്പോൾ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ തന്നെ തീരുമാനമായിട്ട് മാറുകയാണ്. അതിൽ പിന്നെ അവൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവനോട് അഡ്വൈസാണ് ചോദിക്കുന്നത്, അവൻ അവൻ്റെ രീതിയിലുള്ള അഡ്വൈസ് പറയുന്നു. നമ്മളത് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുശേഷം അതുമൂലം അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് തന്നെയാണ്, ജഡ്ജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്, കഴിവുകേട് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചതെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ കോടീശ്വരൻ പരിപാടിയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഫോൺ ഫ്രണ്ട് അല്ലെങ്കിൽ ഓഡിയൻസിനോട് ചോദിക്കുന്നു, അവരൊരു ഉത്തരം പറയുന്നു. അവസാനം അവിടെ ആ ഷോ നയിക്കുന്ന ആൾ പറയും, നിങ്ങളിത് സ്വീകരിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞ ഉത്തരം നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടോ, അതോ അത് അയാൾ പറഞ്ഞതിന് എതിരെയാണോ നിങ്ങൾ ഉത്തരങ്ങൾ സ്വീകരിക്കാൻ പോകണം, അല്ലെങ്കിൽ ഉത്തരം അടയാളപ്പെടുത്താൻ പോകണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് ചെയ്യേണ്ട ഒരു മനുഷ്യൻ്റെ കടമ. ആരെയും കുറ്റം കണ്ടെത്താതെ, ആരോടും പരാതി പറയാതെ, കിട്ടിയത് എല്ലാം നമ്മുടെ ബോണസ്, അല്ലെങ്കിൽ കിട്ടിയതെല്ലാം നമുക്ക് ദാനമായിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ദാനമായിട്ട് സൗജന്യമായിട്ട് കിട്ടിയതാണ് എന്നുള്ളതിനെ പറ്റി സന്തോഷിക്കാനല്ലാതെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ നമ്മുടെ ജീവിതം. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തെ, നമ്മുടെ നാടിനെ കുറ്റം പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ഇതൊന്നും നമ്മളുണ്ടാക്കിയെടുത്ത കാര്യങ്ങളല്ലല്ലോ. നമുക്ക് ഇതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാനായിട്ട് എന്താണ് നമ്മുടെ യോഗ്യത? ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരുടെ മേൽ പരാതി ചാരിയിട്ടൊരു കാര്യമില്ല. നമ്മൾ എടുക്കുന്ന ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ നിരവധി പേര് നമുക്ക് എതിരെ പറയാനായിട്ടുണ്ടാവും അല്ലേ. നമ്മളൊന്ന് വീടുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും. ഞാൻ പറഞ്ഞത് കേട്ടില്ല, ചിലപ്പോൾ അവൻ്റെ ഉപദേശം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരെയും ഉപദേശം സ്വീകരിക്കാതിരുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഫെയിലിയർ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അതൊരു ഫെയിലിയറായി കഴിയുമ്പോൾ ഈ നിരവധി പേര് നമുക്കെതിരെ തിരിയാനുണ്ടാവും. ഞാൻ പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിനക്കത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം നമുക്ക് ആ രീതിയിൽ എടുത്താൽ മതി അല്ലേ. അത് പലപ്പോഴും പലരും കൂടുതൽ വിഷമിക്കുന്നതും പലപ്പോഴും വളരെയധികം ഡിപ്രഷൻ്റെ വക്കിലെത്തുന്നതും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടാണ്. ഒന്ന് തീരുമാനിക്കുക, ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഞാനാണ്, എൻ്റെ ഡിസിഷനാണ്, ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഞാനാണ്. അപ്പോൾ എനിക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. മറ്റുള്ളവർ അത് ഫെയിലിയർ ആയാൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാനത് വീണ്ടും ട്രൈ ചെയ്യും. എനിക്കതിൽ വിശ്വാസം അല്ലെങ്കിൽ എനിക്കത് ബോധ്യപ്പെടുന്നത് വരെ ഞാനത് ട്രൈ ചെയ്യും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഈ അഡ്വൈസുകളോ മറ്റുള്ളവരുടെ ഈ കുറ്റപ്പെടുത്തലുകളോ ഒന്നും കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ ഒരു മനുഷ്യൻ്റെ ഒരു വിജയത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് ഓരോ ദിവസവും സന്തോഷിക്കാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മളൊരു നല്ലൊരു ട്രയൽ ചെയ്തു, അത് ഫെയിലിയർ ആയാലും അവന് സന്തോഷിക്കാം. കാരണം അവന് ചിന്തിക്കാവുന്നത് ഞാൻ നല്ലോണം വർക്ക് ചെയ്തു, പക്ഷെ അത് ഫെയിലിയർ ആയിപ്പോയി.
അപ്പോൾ അവനെ തന്നെ കുറച്ചും കൂടിയും പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവന് ചിന്തിക്കാം. അപ്പോൾ ചെയ്തു വന്നതിനെപ്പറ്റി അവന് തന്നെ അഭിമാനം തോന്നാം. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ സമയത്ത് മറ്റു പലരുടെ കുറ്റപ്പെടുത്തലുകളും മറ്റു പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഡിപ്രഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ വാക്കുകളെ നമുക്ക് സ്വീകരിക്കാനും അവഗണിക്കാനും നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. നമ്മളെ പോസിറ്റീവായിട്ട് നയിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവായിട്ട് വളർത്താത്ത ആളുകളുടെ വാക്കുകളെ നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അത് കേട്ടിരിക്കേണ്ട ഗതികേട് വരും. ചിലപ്പോൾ നമ്മുടെ ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ നമ്മളെ ആ വാക്ക് അയാൾ ക്രിയേറ്റീവായിട്ട് വളർത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അപ്പോൾ തന്നെ ഷട്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവർ പറഞ്ഞു പോട്ടെ, പക്ഷേ ഞാനത് എടുക്കുന്നില്ല. അവർ പറഞ്ഞു പോകുന്നു, പക്ഷേ അതൊന്നും പേഴ്സണലായിട്ട് എടുക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പറ്റുന്ന കാര്യങ്ങളതൊക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഏതൊക്കെ പ്രതിസന്ധി ജീവിതത്തിലുണ്ടായാലും ഉള്ളതിനെ പ്രതി നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ പലപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളാണ്, അല്ലേ, ചില ആഗ്രഹങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും പലരുടെയും ആഗ്രഹങ്ങൾ, എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് വില കൂടിയ കാറുകളോ, വില കൂടിയ വസ്തുക്കളോ, വില കൂടിയ ബംഗ്ലാവുകളോ എന്നൊക്കെ തന്നെയാണ് പലരും പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായിരുന്നു എന്നതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരാരോ ആ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നല്ലൊരു കാറ് മേടിച്ചു. കാറ് മേടിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു വിഷമം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു കുശുമ്പ് തോന്നിയല്ലേ, അവൻ ഇങ്ങനെ ഒരു കാറ് മേടിച്ചു, അപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയൊരു കാറ് മേടിക്കണം. അപ്പോൾ അവൻ ആ കാറ് മേടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളുടെ പിറകിലും ഇപ്പോൾ പലരും പല വീട് വയ്ക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടെ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ ഈ വളർച്ച, ചിലവരൊക്കെ പലരുടെയും ജീവിതം കാണുമ്പോൾ പലരും വലിയ പോർഷ് ലൈഫ് നയിക്കുന്നു, പലരും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എനിക്കിതൊന്നും ആവാൻ കഴിയുന്നില്ല എന്നുള്ള എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വലിയൊരു കുശുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തിന്മയുടെ പ്രവൃത്തി തന്നെയാണ്. ശരിക്കും ഒരു നന്മയിൽ ജീവിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു ആത്മീയ ജ്ഞാനമുള്ളവനോ അങ്ങനെ മറ്റുള്ളവരുടെ ആ വളർച്ചയിൽ നമുക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് ഞാനതുപോലെ ആവണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ ലൈഫ് കാണുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങുന്നത്. അതുപോലെ ആവണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം കിടക്കുന്നത് ഈ മറ്റു പലരുടെയും ആഗ്രഹങ്ങളുടെ പേരിൽ നമുക്കുണ്ടായ പല കുശുമ്പുകളും പല അസൂയയും ആണ് അതിൻ്റെ പ്രധാന കാരണം. പലപ്പോഴും പല പ്രാർത്ഥനകളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നടക്കാതെ പോകുന്നത് ദൈവം അതൊക്കെ കാണുന്ന ദൈവമാണ്. നമ്മുടെ ഈ അസൂയ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇതൊക്കെ കാണുന്ന ദൈവം ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അനുവദിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തൊന്ന് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിച്ചുകൂടെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പലരും ഒക്കെ ജീവിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പലരും നല്ലൊരു ലക്ഷറി ലൈഫ് എന്ന് വിളിക്കപ്പെടുന്ന ജീവിതം തന്നെയാണ്. എങ്കിൽ തന്നെ അവർ ഇപ്പോഴും വീണ്ടും വീണ്ടും പലതും കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഉറക്കം മുളച്ചുകൊണ്ട് നടക്കുന്നു. പലപ്പോഴും ഇങ്ങനെ പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു അബദ്ധം ഇതാണ്. പലപ്പോഴും അവർക്ക് അപ്പോൾ ലഭിച്ചിട്ടുള്ള പല സന്തോഷങ്ങളും അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങളും ഒന്നും അവർക്ക് കാണാൻ പറ്റാതെ പോയിക്കൊണ്ട്
അവർ അതൊന്നും റിയലൈസ് ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളെ റിയലൈസ് ചെയ്യാതെ അതിൽ സന്തോഷിക്കാതെ അവർ ജീവിച്ചു പോകും. കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി ഓടിച്ചെന്ന് അത് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ഞാൻ ഈ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ എത്രയധികം വിലപ്പെട്ടതായിരുന്നു, അതൊന്നും ഞാൻ സ്വീകരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ ഞാൻ സന്തോഷിച്ചില്ലല്ലോ എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ പലരും ഭൂരിഭാഗം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പരാജയമാണിത്. മക്കൾ കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. പലപ്പോഴും നമുക്ക് തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രവാസ ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട വിശേഷമുള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അവർ അവിടെ നിന്നും മാറി ജീവിക്കുന്നു, മക്കളും ഭാര്യയുമായിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നു, ജീവിക്കുന്നു. അപ്പോൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു. മക്കൾ പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഓപ്പോസിറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. വളരെ തിരക്ക് പിടിച്ചുള്ള ജോലി, വളരെയധികം ടയേർഡായിട്ട് വീട്ടിൽ വരുമ്പോൾ ഈ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അവരോട് ദേഷ്യപൂർവ്വം പെരുമാറിക്കൊണ്ട് തങ്ങളുടെ ഫ്രസ്ട്രേഷൻ മൊത്തം മക്കളോട് കാണിച്ചുകൊണ്ട്, മക്കളെ ശകാരിച്ചുകൊണ്ടും മക്കളെ ഒച്ചയെടുത്തുകൊണ്ടൊക്കെ മക്കളോട് പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് കൂടെ അവർ പലപ്പോഴും നമ്മളെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ കളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, നമ്മൾ നമ്മുടെ ജോലിയുടെ ടെൻഷൻ, ജോലിയുടെ ഫ്രസ്ട്രേഷൻ, നമുക്ക് പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പല ആൾക്കാരോട് വഴക്കൂടി വന്നതിൻ്റെ വിഷമങ്ങൾ, ഇതൊക്കെ തീർക്കുന്നത് ചിലപ്പോൾ വീട്ടിലായിരിക്കും. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തമ്മിൽ കലഹം, മക്കളോടും തീർക്കുന്നു. അങ്ങനെയൊക്കെ രീതിയിൽ ഈ മക്കൾ വളർന്നു വരുന്നു ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പോൾ വൺസ് ഇവരൊക്കെ വലുതായി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രയധികം പൈസയുടെ ആവശ്യമില്ലാതായി തീരുന്നു. നമുക്ക് ആവശ്യത്തിന് സമ്പാദ്യമുണ്ടാകുന്നു. ഇനി വലിയ കാര്യമായിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ജോലിക്ക് പോവേണ്ട സിറ്റുവേഷനൊന്നും ഇല്ലാതായിത്തീരുന്നു എന്നുള്ള ഘട്ടത്തിൽ നമ്മൾ പതിയെ റിലാക്സായി വരുമ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഈ മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവരെ ലാളിക്കാനോ അവരെ സ്നേഹിക്കാനോ ലഭിച്ച അവസരങ്ങൾ, അതിൽ നിന്നും എത്രയധികം സന്തോഷം നമുക്ക് ലഭിക്കും. പലപ്പോഴും പലരും മക്കളെയൊക്കെ വലിയ ശല്യമായിട്ട് കാണുന്നവർ അവർക്കറിയാൻ പാടില്ലാത്ത കാരണം കൊണ്ടാണ്, അല്ലേ? ഒരു മക്കൾ എപ്പോഴും പറയാറുള്ളത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളത്. പക്ഷെ തിരിച്ചും മക്കളിൽ നിന്ന് എത്രമാത്രം സ്നേഹമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ആരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഈ പലപ്പോഴും അമ്മമാർ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മോനാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പ്രസവിച്ച മോനാണ് എന്നൊക്കെ പറഞ്ഞ് പരാതിയുടെ കെട്ടഴിക്കുമ്പോൾ ഈ മക്കൾ ഈ മാതാപിതാക്കൾക്കൊന്നും തന്നിട്ടില്ലേ? അവരെ സ്നേഹിച്ചിട്ടില്ലേ? അവരിൽ നിന്നും ആ സ്നേഹം പലപ്പോഴും ഈ മാതാപിതാക്കൾ ആ സ്നേഹം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എത്രയധികം മാതാപിതാക്കൾ മക്കളിൽ നിന്നുള്ള ആ സ്നേഹം, അവരിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എൻജോയ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല മാതാപിതാക്കൾക്കും അതിനുള്ള സമയമില്ല, അല്ലേ? മക്കളോടൊപ്പം ഇരിക്കാനും അവരുടെ സംസാരം കേൾക്കാനും അവരുടെ വർത്തമാനം കേൾക്കാനും അതുപോലെ തന്നെ അവരുമായി കളിക്കാനും അവരുമായി കുസൃതികളിൽ ഏർപ്പെടാനൊക്കെ എത്ര മാതാപിതാക്കൾക്ക് സമയമുണ്ട്? അപ്പോൾ അതിൻ്റെയൊക്കെ വില മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് പ്രായമൊക്കെ ചെന്ന് നമ്മളൊന്ന് ശാന്തമായി കഴിയുമ്പോൾ ഈ മക്കളെ ഒന്ന് സ്നേഹിക്കാനായിട്ട് അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മക്കൾ തിരിച്ച് ഓടും, അല്ലേ? അവർക്കപ്പോൾ ആ മാതാപിതാക്കളായിട്ടുള്ള ആ ബന്ധം അവർക്ക് ഉണ്ടാവില്ല. ചെറുപ്പം മുതൽ അങ്ങനെയുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ തന്നെയല്ലേ വലുതാകുമ്പോൾ ആ ബന്ധം നിലനിൽക്കുള്ളൂ. രണ്ടാമത് നമ്മൾ ചിന്തിക്കും, പിന്നീട് ഈ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇവരുടെ പേരക്കുട്ടികളെ നമുക്ക് നോക്കാനും ഇവർ താലോലിക്കാനും കളിപ്പിക്കാനൊക്കെ അവസരം ഉണ്ടാകുമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിക്കഴിഞ്ഞ ഭാഗ്യം,
ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരാളോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിച്ച പോലെ നമ്മുടെ കുട്ടികളും നമ്മളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരും. നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ ലൈഫ് അങ്ങനെ തന്നെയാണ്. ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം നിൽക്കുന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വൺസ് ഈ മാതാപിതാക്കൾ ഇതൊക്കെ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും തങ്ങളുടെ മക്കൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവരുടെ കൊച്ചുമക്കൾ പോലും അവർക്ക് കിട്ടാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് അവസാന കാലം ജീവിക്കേണ്ടി വരും. അപ്പോൾ എത്രയധികം നമ്മളപ്പോൾ തിരക്ക് പിടിച്ച് ഓടുന്ന മാതാപിതാക്കൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അതൊക്കെ തന്നെയാണല്ലേ. നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് അരി മേടിക്കാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ടൊന്നും ചെയ്ത് തരുന്നില്ല, ജോലി തരുന്നില്ല, വീട് വയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഫെസിലിറ്റീസൊന്നും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. രോഗങ്ങൾ വന്നാലും എന്തിനും നമുക്ക് നമ്മൾ തന്നെ സമ്പാദിച്ച് തരും. പക്ഷേ നമ്മൾ ഇന്ന് തിരക്ക് കൂട്ടി ഓടുന്നതിൻ്റെ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ ഈ ബോധപൂർവ്വം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിരിക്കും. അതിനേക്കാളും വലിയൊരു അബദ്ധം വിവാഹത്തിൽ കൂടെ നിങ്ങൾ കുടുംബമാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കണം അല്ലേ. സിംഗിളായിട്ട് ജീവിക്കുന്നവർക്ക് പിന്നെ അതിൻ്റെ പരാതിയില്ല. അവർ ആ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ അവസാനം വരെ അങ്ങനെ ജീവിച്ചു. പക്ഷേ ഒരു കുടുംബവും കല്യാണം കഴിച്ചു, ഒരു കുടുംബവുമായി കുടുംബത്തിന് വേണ്ടി ജീവിതാവസാനം വരെ പണിയെടുത്ത അവസാനം മക്കളുമില്ല, ഭാര്യയില്ല, കുടുംബമില്ലാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ എത്രയും ബെറ്ററാണ് നമ്മുടെ ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ സമയമാണ് ഈ മക്കളൊക്കെ ഒരു 5, 6, 7, 8 വയസ്സ് ആവുന്നവരെ വളർന്നു വരുന്ന ടൈം. ആ സമയത്ത് നമ്മൾ ആ മക്കളോടൊപ്പം നമ്മൾ ചിലവഴിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ബോധപൂർവം ഞാനതിന് ഇത്ര സമയം ചിലവഴിക്കണമെന്നോ ഇത്ര കണക്കൊന്നും പറയില്ല. ഓരോരുത്തരുടെ ജീവിത സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും ജീവിച്ച് പോകണമെങ്കിൽ തന്നെ വളരെയധികം സമ്പാദിക്കേണ്ടതും അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെടേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അവർക്ക് പ്രത്യേകിച്ച് വേറെ കൂട്ടുകാരില്ല, അതൊക്കെ പല ഫാക്ടേഴ്സും ഇതിലുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും അവർക്ക് ഒന്ന് പോയി കളിക്കാനും ആ ഗ്രാൻഡ് പേരൻസിനോട് അവരായിട്ടൊക്കെ സംസാരിക്കാനും അവരുടെ കൂടെ ഇരിക്കാനൊക്കെ അതിനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ വലിയൊരു കൂട്ടുകുടുംബമാണ്, വേറെ കുറേ പിള്ളേരുണ്ട് കുടുംബത്തിൽ ഒക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പലപ്പോഴും പല വീടുകളിൽ ഈ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെയാണ് അതിൽ പലരിലും സിബിലിങ്സ് പോലും ഇല്ലാത്തവരാണ് അല്ലേ. ഒരു കുട്ടിക്ക് നമ്മൾ ഏറ്റവും കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവനൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. കാരണം ഒരു സിബ്ലിങ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അവിടെ അവർക്ക് ഗ്രാൻഡ് പേരൻസും ഇല്ല, മാതാപിതാക്കളാണെങ്കിൽ ജോലിയുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ കുട്ടിയോടൊപ്പം കളിക്കാനോ ആരുമില്ല. അവന് ചിലപ്പോൾ ടി വിയോ ഫോണോ മൊബൈൽ ഗെയിമുകളോ ഇതൊക്കെ തന്നെയായിരിക്കും അവന് ശരണം. അപ്പം അങ്ങനെ വളരുന്ന കുട്ടിയെന്ന് പറയുന്നത് വളരെയധികം ഭീകരമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് പ്രശ്നമുള്ള കുട്ടികളായിട്ട് അവർ മാറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സിബ്ലിങ്സ് അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിയോ അവന് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മിനിമം ഒരാളെങ്കിലും, ഒന്നിൽ കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കളിക്കാനും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവനൊരു കൂട്ടായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ അവർക്കൊരു ഗ്രാൻഡ് പാരൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം അവരെ കൂടുതൽ നിർത്താനോ തയ്യാറാവും. അത് ഇപ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്നാൽ ഗ്രാൻഡ് പാരൻസ് നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നാട്ടിലേക്കോ ഗ്രാൻഡ് പാരൻസിനോട് നിർത്തിയിട്ട് മാതാപിതാക്കൾ കുട്ടികളെ നോക്കാതെ ജീവിക്കുന്നവരുണ്ട്. അതും വളരെയധികം പ്രശ്നത്തിന് വഴി തെളിയിക്കും. അപ്പോൾ ആദ്യം മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം, അമ്മ കൊടുക്കേണ്ടത് അമ്മ കൊടുക്കണം, അപ്പൻ കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അവർ സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്കൊരു കൂട്ടുകാർ വേണം, സഹോദരങ്ങൾ വേണം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ഈ പൈസ സമ്പാദനത്തിനും
അവൻ്റെ ജീവിതം, അവൻ്റെ ഭാവിയിൽ എൻജിനീയറിങ് പാസ്സാവാൻ, എൻജിനീയറിങ് അഡ്മിഷൻ, അല്ലെങ്കിൽ ഭാവിയിൽ അവളെ കല്യാണം കഴിച്ച് വിടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ടെൻഷൻ എടുത്തുകൊണ്ട് ഓടുന്ന ആൾക്കാർ അവസാനം കല്യാണത്തിന് മുമ്പ് അവൾ ഒളിച്ചോടേണ്ട സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓടിയതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ? അപ്പോൾ അതൊന്ന് ചിന്തിച്ച് പോകാം. നമ്മൾ മക്കളുടെ കൂടെ ഇരുന്ന് മക്കളുടെ വിശ്വാസവും അവരുടെ ഒരു ഹൃദയബന്ധം, നമ്മളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന മക്കൾ, എന്തും തുറന്നു പറയാനായിട്ട് അവർക്ക് പറ്റുന്ന ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലൊക്കെ മാതാപിതാക്കൾ വളരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് കാര്യവും അവരുടെ ജീവിതത്തിൽ നടന്നാൽ അത് മാതാപിതാക്കളോട് വന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബന്ധം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് വളരെയധികം നമ്മുടെ അധികാരം കൊണ്ട് മക്കളെ പേടിപ്പിച്ച് നിർത്താനും അധികാരം കൊണ്ട് മക്കളെ വളർത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വിഫലമായി തീരുകയുള്ളൂ. അതൊക്കെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തന്നെയാണ് ഇടവരുത്തുകയുള്ളൂ. അപ്പോൾ ഞാനിത്രയും പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, ഇപ്പോൾ അതിൽ പറഞ്ഞ് പലപ്പോഴും ജീവിത വിജയം എന്ന് പറഞ്ഞ് പലരെയും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെയൊക്കെ കുടുംബജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെത്രമാത്രം സന്തോഷവാന്മാരായിരുന്നു അവരുടെ മക്കളെ പ്രതി, മാതാപിതാക്കളെ പ്രതിയൊക്കെ. അപ്പോൾ പലപ്പോഴും പല കൂലിപ്പണിക്കാരായിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല സൽസ്വഭാവികളായിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നു. അവർ വളർന്ന് പഠിച്ച് വലിയ ആൾക്കാരാകുന്നു, നല്ല നിലയിൽ ജീവിക്കുന്നു, മറ്റുള്ളവർ ഈ കുട്ടികൾ നല്ലവരാണെന്ന് പറയാനായിട്ട് ഇടവരുത്തുന്നു. നല്ല സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും ഉടമകളായിട്ടുള്ള കുട്ടികൾ അവരുടെ കുടുംബത്തിലുണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ ഞാൻ വലിയൊരു കണ്ടുപിടുത്തം നടത്തി ലോകം മുഴുവൻ എന്നെ കൈയടിച്ച് ഞാൻ വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ വിജയിച്ചു, ഞാനെങ്ങനെ വിജയിച്ചു, എൻ്റെ ജീവിതം വിജയമാണെന്ന് പറയാനായിട്ട് എങ്ങനെ സാധിക്കും? അപ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പല എക്സാമ്പിളുകളും സ്കൂളുകളിലോ പല രീതിയിലൊക്കെ നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ടൊക്കെ എത്തുന്ന പല എക്സാമ്പിളുകളൊന്നും യാഥാർത്ഥ്യമല്ല. പലരും ഇന്ന് ബിസിനസ്സിൻ്റെ അടുത്തിടയ്ക്ക് ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു, കസ്റ്റമറുകളെ വളരെയധികം മോശമായിട്ടുള്ള ഭാഷയിൽ കസ്റ്റമേഴ്സിനെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്വന്തം ലാഭം മാത്രം മതി. ഒരു ബിസിനസ്സിൽ കൂടെ ഏത് വിധേനയും ലാഭം കിട്ടണം, ലാഭമില്ലാത്തൊരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കരുത്, ലാഭമില്ലാത്ത ഒന്നിനും നിങ്ങൾ നിൽക്കരുത്, കണ്ണിൽ ചോരയില്ലാതെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അതൊക്കെ അതിൽ കൂടെയൊക്കെ ബിസിനസ്സൊക്കെ വളർത്തുന്നവന്, അങ്ങനെ ലാഭം മാത്രം ചിന്തിച്ചുകൊണ്ടൊക്കെ വളർത്തുന്നവൻ്റെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് കുറേ കാലം കഴിയുമ്പോഴൊക്കെ അറിയാം. നമ്മൾ പലരും പല എക്സാമ്പിളും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ആദ്യം മനുഷ്യന് തന്നെ ഉണ്ടാകുന്നത് മനുഷ്യത്വം ഉണ്ടായിരിക്കുക, അല്ലേ? മനുഷ്യത്വം ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ മൂല്യങ്ങളുണ്ടായിരിക്കുക, വ്യക്തിത്വം ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ സന്തോഷിക്കാനും അവരുടെ ജീവിതത്തിൽ വിജയിക്കാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം വിജയകരമാണോ? ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് വിജയത്തിൻ്റെ വഴിയിൽ കൂടെയാണോ, അതോ വളരെയധികം വിഷമത്തോടു കൂടിയാണ്, ദുഃഖത്തോടു കൂടിയാണ്, പരാതിയിൽ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഈ പരാതിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു വിജയത്തിൻ്റെ ജീവിതത്തിലേക്ക് മാറാനായിട്ട് എന്ത് സ്റ്റെപ്പാണ് എനിക്ക് എടുക്കാനായിട്ട് കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മാറ്റേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ സമയം ചിലവാക്കേണ്ടത്, വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, അതുപോലെ നമ്മൾ തന്നെ തീരുമാനമെടുക്കുക. വെൽക്കം ടു കോമൺ സെൻസ്.